8ാം പ്രതിയാണ് ഏറ്റവും വലിയ റേപ്പിസ്റ്റ് എന്ന് ഞങ്ങളാരും പറഞ്ഞില്ല. റേപ്പ് കൊട്ടേഷൻ കേസ് എന്നേ പറഞ്ഞുള്ളൂ. 8ാം പ്രതിയാണെന്ന് പറഞ്ഞില്ല. റേപ്പ് കൊട്ടേഷൻ റേപ്പ് കൊട്ടേഷൻ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞതിന് ശേഷം താങ്കൾ എന്തിനാ ഇവിടെ വന്നിരുന്നുകൊണ്ട് സൂപ്പർ കോടതി വരുന്നത്? ഇവിടെയുള്ളവരൊക്കെ ആനയെ കാണാത്ത മുൻവിധിയാണ്. എന്തൊരു മുൻവിധിയാണ്! അങ്ങേക്ക് മാത്രം ബുദ്ധി, ശ്രീജിത്ത് പെരുമന, ഇന്നിപ്പോ അതിജീവിത പങ്കുവെച്ച പോസ്റ്റിൽ എന്തുകൊണ്ട് ഈ സംവിധാനത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ട്രയൽ കോടതിയിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായിരുന്നു എന്ന് എണ്ണമിട്ട് പറയുന്ന 6 കാര്യങ്ങളുണ്ട്. അതിൽ അങ്ങയുടെ കമന്റ് എന്താണ്? ആ കമന്റിലേക്ക് വരുന്നതിന് മുമ്പ് അന്ധനും മൂകനും ബധിരനും ആനയെ കാണുമ്പോൾ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പഴയ കഥയില്ലേ, ആ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ മുൻപിൽ 1714ഓളം പേജുകളിൽ 9 വർഷമായി ഈ വിധി കേട്ട്, വാദം കേട്ട്, സാക്ഷികളെ കേട്ട്, മെറ്റീരിയൽസ് പരിശോധിച്ച്, തെളിവുകൾ എടുത്ത് വന്നിട്ടുള്ള ഒരു വിധിയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ പാനലിസ്റ്റ് ഇരിക്കുന്ന എത്ര ആളുകൾ ഇത് പൂർണ്ണമായി വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു അഭിഭാഷക ഇപ്പോൾ റിഫോർമേറ്റീവ് തിയറിയും പിന്നെന്താണ് ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന മറ്റു തിയറികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആപ്ലിക്കബിൾ ആണെന്നേ. എല്ലാ തിയറീസും പരിശോധിച്ചുകൊണ്ടാണ്, ഓരോന്നിനും കൃത്യമായിട്ടുള്ള ജഡ്ജിൻ്റെ റീസണിങ് കൊടുത്തുകൊണ്ടാണ് ഇത്രയും പേജുള്ളത്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ നിരന്തരം കേസ് വിധികൾ വായിക്കുന്നതാണ്. ക്രിമിനൽ കേസിൽ 1700 എന്നൊക്കെ പറയുന്ന ഒരു വിധിന്യായത്തിലേക്കൊക്കെ പോകുന്ന കേസ് കേട്ട് കേൾവിയില്ലാത്തതാണ്. ഇനി താങ്കളുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ആദ്യത്തെ ഇല്ല വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലല്ല താങ്കൾ വായിച്ചിട്ടില്ലാത്തതിൻ്റെ ഒരു ഉദാഹരണം തൊട്ട് മുൻപ് ഞാൻ ഇവിടെ മാതൃഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും ആശാ ഈ വക്കീലും ഒരു ചാനലുണ്ടായിരുന്നു. അപ്പം അവസാനം ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഫോണിൽ കണക്ട് ആവുന്നത്. ഇദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഞാൻ വേണമെങ്കിൽ എവിഡൻസ് ഞാൻ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാം. ഇവർ പറഞ്ഞത് ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല, ആകെ ബലാത്സംഗത്തിന് ഒരു 20 വർഷം കൊടുത്തു, കൂട്ടബലാത്സംഗത്തിന് എന്നുള്ളതാണ്. ആശാ മാഡം, കൂട്ടബലാത്സംഗം 376D തെളിഞ്ഞിട്ടുണ്ട്, 120B ക്രിമിനൽ കോൺസ്പിറസി തെളിഞ്ഞിട്ടുണ്ട്, ഈ അബ്ഡക്ഷൻ്റെ 366 തട്ടിക്കൊണ്ടുപോകൽ തെളിഞ്ഞിട്ടുണ്ട്, 354, 354D, 342, 66E IT ആക്ട് 66, 67 ഇതെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ അതുമായിട്ട് ഉപോത്ഭകമായിട്ടുള്ള, അതായത് കൂട്ടബലാത്സംഗത്തിന് 20 വർഷം കൊടുത്തിട്ട് 120Bക്ക് 45 വർഷം കൊടുക്കാൻ പറ്റില്ല ആശാ മാഡം, അതല്ല നിയമം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് എങ്ങനെയാണോ അത് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ വെച്ച് തന്നെയാണ്. ഇനി മാധു ചോദിച്ച സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വരാം. ഞാൻ അവരുടെ കാർഡ് നോക്കുമായിരുന്നു, അവരുടെ മറുപടി നോക്കുമായിരുന്നു. ആദ്യത്തെ അവരുടെ ഒരു തോന്നൽ എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ ഈക്വൽ അല്ല, സം ആർ മോർ ഈക്വൽ എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി എന്ന് പറയുന്നത് അതിജീവിതയുടെ. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം അതിജീവിതയോട് എനിക്ക് പറഞ്ഞു വെക്കാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കട്ടെ. താങ്കൾക്ക് നീതി കിട്ടി, ഇത്രയെങ്കിലും നീതി കിട്ടി എന്ന് അഭിമാനിച്ചോളൂ. വാളയാറിലെയും ഫ്രാങ്കോ കേസിലെ കന്യാസ്ത്രീകളെയും അങ്ങനെ ആയിരക്കണക്കിന് വിക്ടിംസ് നരകിക്കുകയാണ്. ഒരു പ്രോസിക്യൂട്ടർ ഇല്ലാതെ മധുവിന്റെ കേസ് എത്ര വർഷക്കാലമാണ് മുന്നോട്ട് കൊണ്ടുപോയത്? ആരും പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാൻ വേണ്ടി പോകുന്നില്ല എന്ന്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഗ്യാഗ് ഓർഡർ, അവർ പറഞ്ഞിരിക്കുന്ന ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്, അവർ പറഞ്ഞിരിക്കുന്ന പിന്നെ പ്രൈവസി, അവർ പറഞ്ഞിരിക്കുന്ന ജഡ്ജ്, വനിതാ ജഡ്ജ്, അവർ പറഞ്ഞിരിക്കുന്ന പ്രോസിക്യൂട്ടർമാർ, ഇതെല്ലാം അവർക്ക് കിട്ടിയിട്ടില്ലേ? അപ്പോൾ താങ്കൾ അറ്റ്ലീസ്റ്റ് പ്രിവിലേജ്ഡ് ഇരയെങ്കിലുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനേക്കാൾ ബ്രൂട്ടലായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ചെറിയ കുട്ടികൾക്ക് പോലും ഇതിൻ്റെ ഒരു 7 അയലകത്തുള്ള ഒരു പ്രിവിലേജ് ഈ നാട്ടിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു ഇക്വാലിറ്റിയും അവർക്ക് ഉണ്ടായിട്ടില്ല. അത് ചോദ്യം ചെയ്യാൻ മാധു 1 മണിക്കൂറോ 2 മണിക്കൂറോ 10 മാസമോ ഒന്നും മാറ്റി വെച്ചിട്ടുമില്ല എന്നുള്ളതൊരു നഗ്നമായ യാഥാർത്ഥ്യമായിട്ട് വിരിക്കുകയാണ്. ഞാൻ അതിജീവിതയുടെ ചോദ്യങ്ങളിലേക്ക് വരാം. My fundamental rights were not protected. ബ്ലൈൻഡ് സ്റ്റേറ്റ്മെന്റ് നടത്തി പോകാൻ കഴിയില്ല ശ്രീജിത്ത് പെരുമ. ഇത് നോക്കൂ, അല്ലല്ല അങ്ങ് ഒന്നാമത്തെ കാര്യം അല്ലല്ല അത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം ഇത്രയെങ്കിലും നീതി കിട്ടി എന്ന് അവർ ആശ്വസിക്കേണ്ടത്, അങ്ങനെ ആശ്വസിക്കാൻ കഴിയുന്ന മനസ്ഥിതി അവർക്കുണ്ട് എങ്കിൽ ഈ വിധി മാറുമെന്ന് കരുതിയല്ല പൊതുസമൂഹത്തോട് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഉരയുന്ന വേദനയാണ്. അത് സ്വന്തം കത്തിക്കൊണ്ട് തെളിയിക്കുന്ന ഒരു വെളിച്ചമാണ്.
അവിടേക്ക് നിങ്ങൾ ഈ പറയുന്ന അങ്ങ് നേരത്തെ നടത്തിയ പോലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും കൊണ്ട് അത് അടച്ചു വെക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അതുകൊണ്ടാണ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടി മഞ്ജു വാര്യർ അടക്കം ഈ ദിവസം പുറത്തു വരുന്നത്. അവർ ഈ കേസിൽ കോടതിയിൽ നടന്ന വിധി അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും കാണാത്ത ആന, അതിനെക്കുറിച്ചല്ല പറയുന്നത് എന്നെങ്കിലും മിനിമം അങ്ങ് മനസ്സിലാക്കൂ. ഞാൻ ഈ ചർച്ചയിലും പറഞ്ഞ എന്താണ്, വിധിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ആന ചവിട്ടി അരയ്ക്കുമ്പോൾ അന്ധനും ബധിരനും മൂകനും മനസ്സിലാകും ഞാൻ കൊല ചെയ്യപ്പെടുകയാണ് എന്ന്. അതിന് വലിപ്പം വേണമെന്നില്ല, അത് കൃത്യമായി കാണണമെന്നും അറിയണമെന്നുമില്ല. മരിച്ചു പോകുന്നു എന്ന് ഒരു മനുഷ്യൻ അവസാനത്തെ പിടച്ചിലിന് തൊട്ട് മുമ്പ് മനസ്സിലാകുമല്ലോ. ആ മനസ്സിലാക്കലിൽ നിന്നുള്ള നിലവിളിയാണ് അതിൽ നിന്ന് കേൾക്കുന്നത് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ. ഇനി ട്രയൽ കോടതിയിൽ അവർ നേരിട്ട അവർക്ക് നേരിട്ട അവരുടെ അഭിമാനത്തിന് നേരെ വരുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് അവർ പറയുന്നത്. ഞാൻ അതിലാണ് അങ്ങയുടെ കമന്റ് ചോദിച്ചത്. മാധു, കഥാപ്രസംഗം പറയാനല്ലോ നമ്മൾ ഇവിടെ ഉള്ളത്. നമ്മുടെ മുമ്പിൽ ഫാക്ടും വിധിയും കാര്യങ്ങളൊക്കെ മുൻപിലുണ്ടല്ലോ. ബുദ്ധിമുട്ടുണ്ടോ ഇത് കഥാപ്രസംഗമായിട്ട്? കഥാപ്രസംഗം പറയല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബഹുമാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. ഇങ്ങോട്ട് കിട്ടാത്ത ഒന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കരുത്. 17-ാം തീയതി ഫെബ്രുവരി 17, 2017 നടന്ന സംഭവം, ഗ്യാങ് റേപ്പ് നടന്നു. അതാണ് അവരുടെ ആരോപണം. ആരാണെന്ന് ആ രാത്രി തന്നെ ഈ പറയുന്ന അതിജീവിത കൃത്യമായി പറഞ്ഞു. ഞാൻ ഗോവയിൽ ഷൂട്ടിങ്ങിനുണ്ടായിരുന്ന സിനിമയിലെ ഡ്രൈവറാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാർട്ടിനെ കൃത്യമായിട്ട് ആ വീട്ടിൽ PW5 വീട്ടിൽ, അതായത് ലാലിൻ്റെ വീട്ടിലുള്ള ഭാര്യയ്ക്കും മകനും ലാലിനും PT തോമസിനും ആൻഡോ ജോസഫിനും ഒക്കെ അറിയാം. പിടിച്ച് കയ്യോടെ കൊടുക്കുകയും ചെയ്തു. ആരോപണം അവർ ഗൂഢാലോചന നടത്തി, തന്നെ ഗ്യാങ് റേപ്പ് ചെയ്തു, തന്നെ തട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാമാണല്ലോ. ഇതെല്ലാം സംശയാതീതമായി ബിയോണ്ട് എനി റീസണബിൾ ഡൗട്ട് തെളിഞ്ഞു മാധു. അതിന് ഉപോത്ബലകമായിട്ടുള്ള ശിക്ഷയും കൊടുത്തു. അപ്പോ ആരോപണം എന്താണോ പ്രോസിക്യൂഷന്റെ ആരോപണം ഇതാണെന്ന് ആദ്യത്തെ കുറ്റപത്രത്തിൽ മനസ്സിലാകാത്ത, ഞാൻ 2 തവണ കഥാപ്രസംഗം നടത്തി ചോദിച്ചിട്ടും അങ്ങേക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഞാൻ പറയുന്നത് വിധിയെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് ആ കേസിന്റെ നാളുകളെ കുറിച്ചല്ല. ഞാൻ അങ്ങയോട് ചോദിച്ചത് ഇതൊന്നുമല്ല. ഈ കാലത്തിന് ശേഷം ദാ നോക്കൂ, ഈ 6 കാര്യങ്ങളെന്ന് ഞാൻ എണ്ണി പറഞ്ഞു. അതിലുള്ള അങ്ങയുടെ കമന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങേക്ക് മിണ്ടാൻ കഴിയില്ലേ? 6 കാര്യത്തിനാണ് അത് ആദ്യത്തെ കാര്യമല്ല ഞാൻ പറയണത്. ഫണ്ടമെന്റൽ റൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്തിട്ടില്ല, ശിക്ഷ കിട്ടി. 6 ഗൂഢാലോചന നടത്തിയ പ്രതികൾക്ക് 6 പേർക്കും ശിക്ഷ കിട്ടി, ആനുപാതികമായിട്ട് ശിക്ഷ കിട്ടി. അങ്ങ് കാണാത്ത ആന എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങ് കാണാത്ത ആന എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിൽ ആദ്യത്തെ ഇതാണ്, ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കും. അനധികൃതമായി തുറന്നു പരിശോധിച്ചതും കണ്ടെത്തി തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ അങ്ങേക്ക് പറയാനില്ല. അങ്ങേക്ക് പ്രോസിക്യൂഷൻ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് ആ ക്രൈം തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ്. ക്രൈം തെളിയിക്കപ്പെട്ടില്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഒരിക്കലും അല്ല. താങ്കൾ ഇപ്പൊ പറഞ്ഞത് പിൻവലിക്കേണ്ടി വരും. ഞാൻ ഈ ഒരു കാര്യം പറയാം. പ്രോസിക്യൂഷൻ ആണല്ലോ കേസ് നടത്തുന്നത്. അജയകുമാർ സാറാണല്ലോ പ്രോസിക്യൂഷൻ നടത്തുന്നത്. എന്താ ഈ താങ്കൾ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തതിനെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. ഈ ജഡ്ജ്മെന്റിന്റെ 1522 പേജിൽ പറയുക വളരെ കൃത്യമായിട്ട്, അതൊന്ന് വായിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല. ഫർദർ ഇൻ ദ ആർഗ്യുമെന്റ് നോട്ട് ഫൈൽഡ് ബൈ ദി learned special public prosecutor at the last day of hearing it is stated clearly that it is stated clearly that the visuals are not leaked from the court and the evidentiary value of P262 memory card remain intact. ആരാ പറഞ്ഞേ? ഞാനോ നിങ്ങളോ അതിജീവിതയൊന്നുമല്ല. ഈ അതിജീവിതയ്ക്ക് വേണ്ടി സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കേസ് നടത്തുന്ന ജയകുമാർ സാർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, കോടതിയിൽ പറഞ്ഞത് കോടതിയുടെ റെക്കോർഡായിട്ട് 1522 പേജിൽ വന്നിരിക്കുക. അജയകുമാർ സാറിന്റെ തന്നെ ആർഗ്യുമെന്റ് നോട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്ത ദിവസം അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുകയാണ് ദാറ്റ് മെമ്മറി കാർഡ് ഈസ് ഇൻടാക്ട്. അതെവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ പുറത്തു പോയിട്ടില്ല, ഏതെങ്കിലും രീതിയിൽ ലീക്കായിട്ടില്ല എന്ന്. മാധുവിന് ലീക്കായി, മറ്റു TV ചാനലുകൾക്ക് ലീക്കായി, റിപ്പോർട്ടറിന് ലീക്കായി, നിങ്ങൾക്കൊക്കെ ലീക്കായി, ഈ പറയുന്ന അഡ്വക്കേറ്റിന് ലീക്കായി.
പക്ഷേ അല്ല. ഈ പ്രോസിക്യൂട്ടർക്ക് hash value മാറിയിട്ടില്ല, ആർഗ്യുമെന്റ് നോട്ടിൽ എഴുതി കൊടുക്കുകയും ചെയ്തു. കണ്ടന്റിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ഇത് ആരോടാണ് പറയാൻ കഴിയും? അങ്ങ് പറയുന്ന ഈ 1550 ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല, അന്ന് മാത്രമേ അത് വായിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലല്ല, ആ മെമ്മറി കാർഡിന്റെ ഇത് നോക്കൂ, ആ വിഷ്വലിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ആ വിഷ്വൽ ഉൾപ്പെടുന്ന ഫയലിന്റെ മെമ്മറി കാർഡിന്റെ കാര്യം അല്ല പറയുന്നത്. ആ വിഷ്വലിന്റെ കണ്ടന്റിന്റെ എവിടെയാണ് ഇത് ലീക്ക് ആയിട്ടുള്ളത്? അല്ലല്ല ആശ ഉണ്ണിത്താൻ ഒരു മിനിറ്റ്, നമുക്ക് വരാം. അല്ല, ഞാനിപ്പോ അങ്ങയോട് അവനവന്റെ തലയിൽ തൂവല് തപ്പി നോക്കല്ലേ. കേട്ടോ, ഞാൻ ഈ പറഞ്ഞ വരികളിൽ എവിടെയെങ്കിലും ലീക്ക് എന്നൊരു വാക്കുണ്ടായിരുന്നോ? ഇല്ല. അത് അനധികൃതമായി കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഒരു തെളിവ് അനധികൃതമായി ശ്രീജിത്ത് പെരുമന അനുവദിക്കപ്പെട്ടില്ലാത്ത സമയത്ത് തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ, അതിന്റെ ഉള്ളിലിരിക്കുന്ന, അതിന്റെ ഏറ്റവും ഉള്ളിലിരിക്കുന്ന കാര്യം പുറത്തു വന്നിട്ടില്ലല്ലോ എന്ന് ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഇനി അതിലെ അന്വേഷണ റിപ്പോർട്ട്, ഞാൻ പറഞ്ഞ 6 കാര്യങ്ങളിൽ ഏറ്റവും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ല. പിന്നെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നൽകിയത് എന്നുള്ള കാര്യമടക്കം അങ്ങയുടെ ആവശ്യപ്രകാരം തിരികെ കയറ്റിയതാണ് ഈ ചർച്ചയിൽ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാത്ത കാര്യം ഞാനിട്ട് പിൻവലിക്കേണ്ട കാര്യവുമില്ല. മാധു ഇതിനെ സ്കാൻഡലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഗൂഢാലോചന സിദ്ധാന്തമുള്ള ആളുകളുടെ 8ാം പ്രതിയാണ്, പിന്നെ തീവ്രവാദി 8ാം പ്രതിയാണ്, ഏറ്റവും വലിയ റേപ്പേഴ്സ് എന്ന് വരാൻ വേണ്ടി നിൽക്കുന്ന ഒരാളുടെ ആ തിയറി പ്രകാരം ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഹാഷ് വാല്യൂ മാറിയതിന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ശ്രീജിത്ത് പെരുമന 1 മിനിറ്റ്, 8ാം പ്രതിയാണ് ഏറ്റവും വലിയ റേപ്പിസ്റ്റ് എന്ന് എന്ന് പറഞ്ഞതിന് ശേഷം താങ്കൾ എന്തിനാ ഇവിടെ വന്നിരുന്നു കൊണ്ട് സൂപ്പർ കോടതി ചമരുന്നത്? നിങ്ങൾ എന്തിനാ ഈ സൂപ്പർ കോടതി ചമയുന്നത്? അവരെ ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ്? ഞാൻ അങ്ങയോട് വളരെ ബഹുമാനപൂർവ്വം ആദ്യം ചോദിച്ചതാണ്, ഈ 6 കാര്യങ്ങളിൽ അങ്ങയുടെ കമന്റ് എന്താണെന്ന്. ഇതിലും മാന്യമായി ചോദിക്കാൻ ഓക്കെ അല്ലെ? അല്ല, നിങ്ങൾ എല്ലാവരും ശ്രീജിത്ത് പെരുമന പറഞ്ഞു കേവലം നിങ്ങൾക്ക് സ്ത്രീകൾ കൂടിയിരിക്കുന്ന സ്ഥലം കേവലം നിങ്ങൾക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോടും പരിമിതികളുള്ളവരോടും പരിഹാസം. മറ്റ് ഈ പാനലിൽ എത്ര അഭിഭാഷകരുണ്ടറിയാമോ? ഈ പാനലിൽ എത്ര അഭിഭാഷകരുണ്ടറിയാമോ? ഈ പാനലിലിരിക്കുന്ന ഒരാൾ മാത്രം സംസാരിച്ചു കഴിഞ്ഞപ്പോ ഈ പാനലിലിരിക്കുന്ന അഭിഭാഷകരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം സംസാരിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ബ്ലൈൻഡ് സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. ഇവിടെയുള്ളവരൊക്കെ ആനയെ കാണാത്ത മുൻവിധിയാണ്. എന്തൊരു മുൻവിധിയാണ്! അങ്ങേക്ക് മാത്രം ബുദ്ധി, മറ്റുള്ളവർക്ക് മറ്റുള്ളവരൊന്നും അതില്ലാത്തവർ. മാത്രം ബുദ്ധി, മറ്റുള്ളവരൊന്നും അതില്ലാത്തവർ. ഞാൻ ആവർത്തിച്ച് അങ്ങനെ ചോദിച്ചില്ലേ? ആ 6 കാര്യങ്ങൾ അങ്ങേക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അങ്ങേക്കെതിരെ ഹാഷ് വാല്യൂയെ കുറിച്ച് മിണ്ടാൻ പറ്റില്ല. ലീക്ക് എന്ന് പറയാൻ കഴിയും. എന്താണെന്നറിയാമോ? അത് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പറ്റില്ല. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ഫാക്ട് ഉണ്ട്. കഥാപ്രസംഗം കേട്ടിട്ടേ പറയാൻ പറ്റൂ. കേട്ടിട്ടേ പറയാൻ പറ്റൂ. കേൾക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് വിമർശിക്കൂ. വിമർശനം ഞാൻ ആദ്യം കേട്ടു. ഈ പാനലിൽ അഭിഭാഷകർ എണ്ണം കൂടുതലാണ്. ഈ പാനലിൽ അങ്ങടക്കം അഭിഭാഷകരുടെ എണ്ണം കൂടുതലാണ്.
ഒരൊറ്റ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പാനൽ ആരും ആ വിധി വായിച്ചിട്ടില്ല. എന്തൊരു കോൺഫിഡൻസ് ആണ്? ഒരൊറ്റ ഞാൻ 10 പ്രാവശ്യം പറയും, ഞാൻ 10 പ്രാവശ്യം പറയും, ഞാൻ 10 പ്രാവശ്യം പറയും. ഒരൊറ്റ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു ഈ പാനലിൽ ആരും ആ വിധി വായിച്ചിട്ടില്ല. അങ്ങനെ എന്താ കബഡി നിർത്താൻ ശീലമുണ്ടോ? ഉണ്ടോ? അതിജീവിത എന്താ കോടതി പറഞ്ഞത്? എന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ പാടില്ല. എന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിശ്ചയിക്കും ഇത്ര വക്കീലന്മാരെ പാടുള്ളൂ. അതിജീവിത കോടതിയിൽ പൊട്ടിക്കറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടല്ലേ അങ്ങ് പോയിരുന്നോ? അത് ക്യാമറ പ്രസിഡൻസ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങ് പോയായിരുന്നോ? അങ്ങ് പോയായിരുന്നോ? അതോ കുരുട ആനയെ കാണുന്ന പോലെയാണോ അങ്ങ് ഇതൊക്കെ പറയുന്നത്? കോടതി വിധി വായിക്കൂ. കോടതി broken down in the court എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊട്ടിക്കറഞ്ഞു വീണു എന്നുള്ളതാണ്. എന്താ ആവശ്യം? എട്ടാം പ്രതിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഞാനൊരു കാര്യം ഈ കോടതിയിൽ എത്ര അഭിഭാഷകർ ഒരു പ്രതിക്ക് വേണ്ടി ഹാജരാണോ എന്നൊക്കെ അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ തീരുമാനിക്കും.